ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിനെ പാലക്കാട് അടക്കമെത്തിച്ച് തെളിവെടുക്കും. 15 വൈകിട്ട് രാഹുലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമെന്നും കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ശരണ്യ, ജാമ്യമെന്ന രാഹുലിന്റെ മോഹം നടന്നില്ല. പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചില എതിർവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിലേക്ക്, തെളിവെടുപ്പിലേക്ക് നീങ്ങുകയാണ് രാഹുൽ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോടതിയിലേക്ക് എത്തിച്ചതും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതും. തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധം DYFI, BJP, യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആദ്യം ഇന്ന് തിരുവല്ലയിലെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ നടപടികൾ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് രാഹുലിനെ കോടതിയിലേക്ക്, തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രി പരിസരത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. DYFI പ്രവർത്തകരുണ്ടായിരുന്നു, BJP യുവമോർച്ച പ്രവർത്തകരുണ്ടായിരുന്നു. പിന്നീട് ആ പ്രതിഷേധം കോടതിയിലേക്ക് എത്തിക്കും വരെയും വ്യാപിച്ചു. കോടതിക്ക് പുറത്ത് പ്രതിഷേധക്കാർ തടിച്ചുകൂടുന്നൊരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് രാഹുലിനെ കോടതിക്കകത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇന്ന് അകത്ത് കോടതി രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യം അവരുടെ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത് പരിഗണിച്ചിട്ടില്ല. 16-ന് ആ കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, രാഹുലിനെ 3 ദിവസത്തിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ 3 ദിവസത്തെ കസ്റ്റഡി എന്നുള്ളത് 7 ദിവസമായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ 7 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചില്ല, മറിച്ച് 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിട്ടുള്ളത്. തിരുവല്ലയിലും ഇന്നിപ്പോൾ AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ രാഹുലിനെ മാറ്റാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ തിരുവല്ലയിലെ ഹോട്ടൽ, അതായത് ഈ ബലാത്കാരം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പുണ്ട്. അതിനുശേഷം പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, അതായത് രാഹുലുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ അടക്കം പിടിച്ചെടുക്കേണ്ടതായുണ്ട്. അതിനകത്ത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ സ്വകാര്യ ചിത്രങ്ങൾ അടക്കം അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളടക്കം ഈ കേസിൽ നിർണായകമായ തെളിവുകൾ ഇയാളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതായുണ്ട്, അത് ശേഖരിക്കേണ്ടതായുണ്ട്. മാത്രമല്ല, തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ കേസിൽ നിർണായകമാണ്. അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതും ഉണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ വേണം എന്നുള്ള ആവശ്യമാണ്. പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു, അത് ചിത്രീകരിച്ചിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചു. എന്നാൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞത് ഭരണഘടനാ ലംഘനം നടത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. കാരണം അവിടെ അറസ്റ്റ് നടക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ രാഹുലിന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് നടത്തുന്ന സമയത്ത് 2 സാക്ഷികൾ വേണമെന്നുണ്ട്. അത്തരം കാര്യങ്ങളടക്കം അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വന്നു. അത്തരം ചില കാര്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് സംബന്ധിച്ച ചില ചോദ്യങ്ങളും കോടതി ഉയർത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതി രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള, അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുകയായിരുന്നു. 15-ന് ശേഷം 15-ന് വൈകിട്ടോടുകൂടി രാഹുലിനെ വീണ്ടും തിരുവല്ല കോടതിയിൽ ഹാജരാക്കണം. 16-ന് രാഹുലിന്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് കോടതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാഹുലിനെ ഇപ്പോൾ കോടതിക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. കനത്ത പോലീസ് സന്നാഹമായിരുന്നു കോടതിയുടെ പരിസര പ്രദേശത്ത് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.